ബ്രോ ഇപ്പം ഭയങ്കര അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു ഔട്ട്ഫിറ്റിലാണ് വന്നേക്കുന്നത് കോസ്റ്റ്യൂമില്. അപ്പം ഇതിന്റെ മൊത്തം ഒരു വർത്ത് എത്രയാണെന്ന് പറയാം? അയ്യോടാ, കോസ്റ്റ്യൂം വർത്ത് എന്ന് പറഞ്ഞാൽ ഞാനിടുന്ന വാല്യൂ ആണ്. ഇത് എന്റെ ഡിസൈനാണ്. അപ്പോ ഇത് ബേസിക്കലി ഇത് എന്റെ കല്യാണ ഡ്രസ്സാണ്. ഇപ്പൊ ഞാൻ ഇതിനു വേണ്ടി കസ്റ്റമൈസ് ചെയ്തതല്ല. അത് ബാക്കിൽ എന്റെ വൈഫിന്റെ നെയിമിന്റെ ലോഗോ ഉണ്ട്. ഞാൻ എന്റെ നാട്ടില് ഈ ഡ്രസ്സ് ഇട്ട് പോയ ആൾക്ക് ഈവൻ ഇതേപോലെ ഒരു നല്ലൊരു ഓപ്പർച്യൂണിറ്റി കിട്ടിയ സമയത്ത് ഇത്രയും മീഡിയക്കാരുള്ളപ്പോ ഞാൻ എന്താണെന്ന് എനിക്ക് ഷോക്കേസ് ചെയ്യാൻ പറ്റിയതിൽ ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. പിന്നെ ഈ പറയുന്ന ഒരു വർത്ത് ഞാൻ പറയുന്ന വാല്യൂ ആയിരിക്കാം ഡിസൈനർ. ഇപ്പൊ ഞാൻ ഈ ഓർണമെന്റ്സിന് ഇതിനെല്ലാം കൂടെ ബ്രോ ഇടുന്ന ഒരു പ്രൈസ് എത്ര ആയിരിക്കും? രണ്ട് രീതിയിലാണ്. ഇപ്പൊ ഞാൻ പറയുന്നത് ഞാൻ കസ്റ്റമൈസ് ചെയ്യുന്ന സാധനത്തിന് ഞാൻ വാല്യൂ ഇടും. ഇപ്പൊ പറയുന്ന ഒരു മനീഷ് മൽഹോത്ര, സബിയ സജി എന്ന് പറയുന്ന ഡിസൈനേഴ്സ് ഉണ്ട്. ഒരു ബേസിക് ഡിസൈൻസ് നമ്മളിവിടെ കൊച്ചിയിൽ നിന്ന് ചെയ്യാൻ 25,000 രൂപ. സബിയ സജി എന്ന് പറയുന്ന ഡിസൈനർ വാല്യൂന് അതിന്റെ ബേസിക് സ്റ്റാർട്ടിംഗ് പ്രൈസ് എന്ന് പറയുന്നത് 5 ലക്ഷം രൂപ. 5 ലക്ഷം രൂപ. അപ്പൊ ഞാൻ എന്ത് വർത്തിടണോ എന്നുള്ളത് ഞാൻ പറഞ്ഞത് ഇപ്പൊ ഈ പടം എന്റെ കരിയറിന്റെ ഗ്രോപ്പ് ആയിരിക്കാം, ഞാൻ എന്ന് പറയുന്ന ഡിസൈനറുടെ ഗ്രോപ്പ് ആയിരിക്കാം. ആ ഗ്രോപ്പ് ചിലപ്പോൾ എനിക്ക് ഫ്യൂച്ചറിലേക്ക് ഞാൻ ഡിസൈഡ് ചെയ്യുന്ന കസ്റ്റമൈസിങ് വാല്യൂ എനിക്ക് ഇടാൻ പറ്റും. ഞാൻ അങ്ങനെ ഒരു ഡിസൈനർ ആവണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ്. ഒരു ഫേമസ് ആവണം, അല്ലെങ്കിൽ ഫിലിം എനിക്ക് എപ്പോഴും എന്റെ ഡ്രീമിലേക്കുള്ള പാത്വേ ആയിട്ട് ഞാൻ കണ്ടിട്ടുള്ളൂ. ഇപ്പൊ മഴക്കാലമാണ്, അപ്പൊ ഈ വൈറ്റ് ഔട്ട്ഫിറ്റ് ഇപ്പം മെയിൻ്റെനൻസ് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. മോസ്റ്റ്ലി ഞാൻ ബ്ലാക്കിലാണ് നടക്കാറ്. പിന്നെ എനിക്ക് ഈ സിനിമ ഞാൻ പറഞ്ഞില്ല, ലാസ്റ്റ് ഞാൻ ഇങ്ങനെയൊന്നും പറഞ്ഞൊന്നും സ്വപ്നത്തിൽ പോലും ചെയ്തത്. ലാസ്റ്റ് ഞാൻ ലുലുവിനൊരു ഡിസൈനേഴ്സ് റൗണ്ട് ടേബിൾ എന്ന് പറഞ്ഞൊരു ഇവന്റിന് പോയി. അതിനകത്തൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞു. സ്റ്റേറ്റ്മെന്റ് ആളുകൾ ചിന്തിച്ചത് ആ ക്യൂവിന്റെ ബട്ട് അതിനകത്ത് ഞാൻ എൻ്റെ ഒരു സിനിമയ്ക്കാണ് 10 ലക്ഷം പറഞ്ഞത്. ഞാൻ ഒരിക്കലും പറഞ്ഞുള്ള 16 മുണ്ടിനാണ് 10 ലക്ഷം ആയിരുന്നത്. പക്ഷെ ആളുകൾ അത് ചർച്ച ചെയ്യപ്പെട്ടു, ആളുകൾ എന്നെ നോട്ടീസ് ചെയ്യപ്പെട്ടു. എൻ്റെ സ്റ്റൈലിനെ കുറിച്ച് ആളുകൾ സ്റ്റേറ്റ്മെന്റ് പറയാൻ തുടങ്ങി. അതിന് ഏകദേശം 1 ലക്ഷത്തിന് മേലെ ആളുകൾ എനിക്ക് ലൈക്ക് തന്നു. ആ ചെറിയ പ്രചോദനമാണ് എനിക്ക് ഇന്ന് ഈ കോസ്റ്റ്യൂം ഇട്ടിട്ട് വരാൻ തോന്നുന്നത്. പിന്നെ ഇത് എന്റെ ഫേവറേറ്റ് എന്റെ വെഡിങ് ഡ്രസ്സാണ്. മിനിമം ഒരു 5 ലക്ഷം എങ്കിലും വരും. അങ്ങനെയൊന്നുമില്ലടാ, ഇത് രണ്ട് രീതിയിൽ ചെയ്യാം. ഞാൻ പറഞ്ഞില്ലേ, ഇത് നമുക്ക് സോഴ്സിങ്ങിന് ഇറങ്ങുമ്പോൾ നമുക്ക് ഇഷ്ടമുള്ള ഫാബ്രിക് എടുക്കാം. അത് എനിക്ക് അറിയാവുന്ന ഡീറ്റെയിലുകളാണ്. ഇപ്പം ഞാൻ സോഴ്സ് ചെയ്യുന്ന രീതികളോ ഞാൻ സോഴ്സ് ചെയ്യുന്ന സ്റ്റൈൽസ് ഒക്കെ വേറെയാണ്. ഇപ്പം ഞാൻ ഇത് കംപ്ലീറ്റ്ലി ഇത് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു റെക്സിൻ ലെതറാണ്. നിസാര പ്രൈസ് ഉള്ളത്. ഇത് നമ്മൾ അതിനെ യൂണിക്കായിട്ട് എങ്ങനെ കൊണ്ടുവരുന്നു എന്നുള്ളതിലാണ് എൻ്റെ സ്റ്റേറ്റ്മെന്റ്. ഇപ്പൊ ഈ പറയുന്ന മാതിരി ഇതൊക്കെ ഇത് ആക്ച്വലി ഒരു കോസ്റ്റ്യൂം ഡിസൈൻ. ഇതൊരു പോസിറ്റീവ് റെസ്പോൺസ് ആയിട്ട് പോവാണെങ്കിൽ ഔട്ട്ഫിറ്റിന് ചീപ്പ് റേറ്റ് ഉള്ളൂ. അതായത് അതിന്റെ മെറ്റീരിയലിനുള്ള കോസ്റ്റ് അത് നമ്മൾ ചൂസ് ചെയ്യുന്ന പോലെയാണ്. നമ്മൾ എന്ത് ഫാബ്രിക് ഇട്ട് നമ്മൾ തയ്ച്ചു കഴിഞ്ഞാൽ ഇപ്പൊ ഞങ്ങൾ സിനിമയിൽ വർക്ക് ചെയ്യുമ്പോഴായാലും ഈ ഫാബ്രിക് ഞാനൊരു ആർട്ടിസ്റ്റിന് കൊടുക്കുമ്പോൾ അത് എങ്ങനെ ഇരിക്കും എന്നുള്ളത് ഞാൻ ആദ്യം പ്രീ ജഡ്ജ് ചെയ്യും. ആ പ്രീ ജഡ്ജ്മെന്റിലാണ് നമ്മൾ ഓരോ ക്യാരക്ടറിനും തുണികളും ഷർട്ടുകളും മാളുകളിലും അല്ലെങ്കിൽ സ്ട്രീറ്റിൽ നിന്നൊക്കെ പർച്ചേസ് ചെയ്തത്. ആ സ്റ്റേറ്റ്മെന്റ് വെച്ചത് ഇത് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഭയങ്കര കോസ്റ്റ് എഫക്റ്റീവ് ആയിട്ട് ചെയ്തതാണ്. ഈവൻ എൻ്റെ ഡിസൈനിങ് സ്റ്റേറ്റ്മെന്റിൻ്റെ അത് ആ ഡിസൈനിങ് സ്റ്റേറ്റ്മെന്റിനാണ് ഞാൻ കൊടുക്കുന്ന വാല്യൂ. ഇപ്പൊ പറയുന്ന ഇപ്പോ ഞാൻ പറഞ്ഞില്ല, സബിയ സച്ചി ചെയ്യുന്ന സെയിം വർക്ക് തന്നെ ഞാൻ സ്റ്റോറിൽ ചെയ്യാൻ. പക്ഷെ ഞാൻ 5 ലക്ഷം തന്നെ പോകില്ല അത്. അപ്പൊ അതിന്റെ സ്റ്റേറ്റ്മെന്റ് ഞാൻ പറഞ്ഞില്ല, ഡിസൈനർ ഉണ്ടാക്കുന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. ഇപ്പൊ ഞാൻ ചിലപ്പോ ഇത് കഴിഞ്ഞിട്ട് ചിലപ്പോൾ ഞാനൊരു വാല്യൂലെത്താണെങ്കിൽ ഞാനൊരു സ്റ്റേറ്റ്മെന്റ് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. അല്ലെങ്കിൽ എന്റെ ഡിസൈൻസ് അപ്രോച്ച് ചെയ്യണം എന്നുള്ള ആളുകൾ ഉണ്ടെങ്കിൽ ഞാൻ പറയുന്ന വാല്യൂവിന് അത് മേടിക്കാൻ തയ്യാറായിരിക്കും. എപ്പോഴും ഡിസൈനറിന്റെ വാല്യൂ ആണ് ഈ പറയുന്ന പ്രൊഡക്റ്റിന്റെ വാല്യൂ വരുന്നത്. ഈ പറയുന്ന അർമാനിയുടെ ഷർട്ട്സ് നമ്മൾ റെഡിമെയ്ഡ് ഉണ്ടാക്കാനാണെങ്കിൽ അത്ര കോസ്റ്റ് വരില്ല. അതിന് യൂസ് ചെയ്യുന്ന ഫാബ്രിക് കുറിച്ച് നമ്മൾ അതിന്റെ 70% അതിന്റെ ബ്രാൻഡ് വാല്യൂ ആണ്. അപ്പൊ അതേപോലെ ആവണമെന്ന് ആഗ്രഹിക്കുന്നു. വളരെ സന്തോഷം മച്ചന്മാരെ.